രണ്ടാമത്തത് ഈ ഇവിടെ കുറെ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തിയാണ്. അത് അണ്ടർസ്റ്റുഡ്, അത് എനിക്ക് മനസ്സിലാവുണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാല് മോളെ 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 എന്ന് വെച്ചാലും കേൾക്കൂല, ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ അവള് ചിലപ്പോ ഒരു പ്രൊജക്ട് ചെയ്യായിരിക്കും, ചിലപ്പോ ഒരു വർക്കിന്റെ കാര്യം നോക്കുമായിരിക്കും, ചിലപ്പോ ഇതായിരിക്കും. പക്ഷെ ഞാൻ മോളേന്ന് വിളിക്കുമ്പോ എന്നെ എന്തോന്ന് വിളി കേൾക്കണം. എനിക്ക് കൊറേ പേര് എന്റെ അടുത്ത് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ടാകുന്നത്. അതെനിക്ക് ഞാൻ അറിയുന്നില്ല. ലൈക്ക് ഞാനൊരു കാര്യത്തിൽ ഇൻവോൾവ് ആയാലില്ലടാ, അതൊരു 100% ഞാൻ അതിലായിരിക്കും. എനിക്ക് പുറത്തുനിന്നുള്ള 50-50 അങ്ങനെ അറിയില്ല. അപ്പൊ അതിന്റെ അകത്ത് കയറിയിരിക്കുമായിരിക്കും ഞാൻ. അപ്പൊ പുറത്ത് സറൗണ്ടിങ്സിൽ എന്താ നടക്കുന്നേന്നുള്ളത് എനിക്കത് അറിയുന്നില്ല. അതെന്താണ് ആവട്ടെ, എനിക്ക് ഇപ്പം നമ്മള് വിജയങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ച് ഒരുപാട് സന്തോഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ലൈഫിൽ പരാജയം എന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു സാധനമാണ്. ഈ പരാജയങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഹാൻഡിൽ ചെയ്ത്? എപ്പോഴും ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് വേറൊരു ഫേസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മള് മനുഷ്യരല്ലേടേ, നമുക്കൊന്ന് കറിയണ്ടേടേ. നമ്മൾക്ക് എല്ലാരും പോലെയുള്ള ഇമോഷൻസ് നമുക്കും ഉണ്ടാവില്ലേ? എല്ലാ ഇമോഷൻസും നമുക്കുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊക്കെ അടിപൊളിയായിട്ട് കരയാറുണ്ട്. ഓ എന്റെ പൊന്നെ, വീട്ടിലെ ചില സമയത്തൊക്കെ കരച്ചില് കണ്ടു കഴിഞ്ഞാല് പട്ടി പോകുന്ന പോലെ. അത് എല്ലാം ഉണ്ട്. എല്ലാ ദിവസവും നമുക്ക് എല്ലാം ഉണ്ടാവും. ചിരി ഉണ്ടാവും, കളി ഉണ്ടാവും. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാരും നമ്മൾ കാണിച്ചു നടക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കരയുന്നത് അങ്ങനെ പുറത്ത് ആരും കാണാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. നമ്മളൊരു ഇമോഷൻ കുറച്ച് പോവാൻ വേണ്ടിട്ട് കരച്ചിൽ ഓക്കെയാണ്, എങ്കിലും ഓരോ ഫേസസും മറികടന്ന് വരുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ ആ ഫേസസിനെ എങ്ങനെ ഓപ്ഷൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റോളും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം തൂണുണ്ടെങ്കിലല്ലേ നമുക്ക് ചാടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിലും നമ്മളെ കാല് വേദനിച്ചാലും നന്നായിട്ട് വേദനിച്ചാലും ഒട്ടും നിക്കാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ നിന്നല്ലേ പറ്റൂ. അതെ അതെ. അപ്പൊ നമ്മള് ഇപ്പം വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾക്ക് ഇപ്പൊ ഓക്കെ നിങ്ങൾക്ക് തളർന്നൊടിഞ്ഞിരുന്നാ മതി എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അത് ഞങ്ങക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടില്ല. അമ്മക്ക് ഇപ്പൊ പിന്നെയുണ്ട്, അമ്മക്ക് നല്ലൊരു ഷോൾഡർ ഉണ്ട്. പക്ഷെ എനിക്കങ്ങനെയല്ല. ഇത്രയും ബോൾഡായിട്ട് അമ്മ കൂടെ ഉണ്ടല്ലോ. അമ്മയോട് ഞാൻ വളരെ ഫ്രീഡത്തോടെ, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം എടുത്ത് ഞാനൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് എനിക്ക് മറുപടി തരണം. ലൈഫിൽ മോൾക്ക് വേണ്ടിയിട്ട് എടുത്ത ചില തീരുമാനങ്ങൾ മോശമായി പോയി, അത് എടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ? ചില തീരുമാനങ്ങൾ എടുത്തത് തെറ്റായി പോയി എന്ന് തോന്നിട്ടുണ്ട്, ഉറപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ആവോന്ന് വിചാരിച്ചല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതിപ്പോഴായാലും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് എന്റെ മോൾക്കും അത് തെറ്റായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടില്ല, അങ്ങ് തെറ്റായി പോകുന്നതാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല്, എ ഡൈവേഴ്സ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ ഡെത്ത് ഡോട്ടർ. സിമ്പിൾ ആൻസർ ടു യു. എനിക്ക് അത്രേ പറയാനുള്ളത്. ഞാൻ ഇവളുടെ കാര്യത്തിൽ കുറച്ച് ഇമോഷണലാവും. നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി എടുക്കുന്ന ഒരു ഡിസിഷനും തെറ്റാവണമെന്ന് വിചാരിച്ചെടുക്കില്ലല്ലോ. അവരെക്കാട്ടിയും ബെസ്റ്റ് ആയിട്ട് നമ്മൾക്ക് തരണമെന്നേ അവർ ആഗ്രഹിക്കുള്ളൂ. പ്രത്യേകിച്ച് അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്നെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുള്ള ഒരു സിംഗിൾ പാരന്റ് ആയിട്ട് നിന്ന് അങ്ങനെ വളർത്തിയിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാനൊക്കെ ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ബ്ലഡ് കൊടുത്തിട്ട് വരെ എനിക്ക് അമ്മയുടെ ബ്ലഡ് വിട്ടിട്ട് വരെ എനിക്ക് സെർലാക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള സമയം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അമ്മയുടെ ഒരു ഫ്രണ്ട് മൂലമാണ് ഞാൻ അറിഞ്ഞത് എന്നുള്ളത്. അമ്മ പോലും അതിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവര് എത്ര നല്ലത് ചെയ്താലും ചിലപ്പോ അവര് നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയില്ല. സോ അങ്ങനെ ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു പാരന്റ് ഒരിക്കലും സ്വന്തം മോൾക്ക് ഒരു മോശം നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യം ചെയ്യില്ല, ഒരു കാര്യം പറയില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ. എ ഡൈവേഴ്സ് ഡോട്ടർ ഇസ് ബെറ്റർ ദാൻ ഡെത്ത് ഡോട്ടർ. അത്രേ ഉള്ളൂ എനിക്ക് സിമ്പിൾ. കാരണം ഞാൻ ഇവളുടെ ഈ വളർച്ചയെ നമ്മൾ ബിസിനസ് പരമായി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഇവള് എല്ലാ രീതിയിലും വളരെ സ്ട്രോങ് ആയിട്ട് നല്ല ഇതായിട്ട്, എന്നേലും ഇന്റലിജന്റ് ആണ്. ഇവിടെ കണ്ട കുറെ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അക്കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.